നമസ്കാരം. PM ശ്രീ പദ്ധതി ഇപ്പോൾ ഹലാലായിരിക്കുകയാണ്. ഹലാൽ എന്ന് പറയുമ്പോൾ അനുവദനീയമായി മാറിയിരിക്കുകയാണ്. ഇടതുപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്ന സമയത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടലിലെറിയും PM ശ്രീ പദ്ധതി എന്ന് പ്രസംഗിച്ച KM ഷാജി ഇന്ന് മന്ത്രിസഭാംഗമാണ്. മാത്രമല്ല, അന്ന് ഏറ്റവും കൂടുതൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് തന്നെ കേരളം ഭരിക്കുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അവരന്ന് എതിർത്ത അതേ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഹലാലായ ഒരു പദ്ധതിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീ പദ്ധതി പോലെ ഇത്രയും വൃത്തികെട്ട ഒരു പദ്ധതി വേറെ ഇല്ല എന്നുള്ള രീതിയിൽ അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന കാവ്യവൽക്കരണത്തെക്കുറിച്ചും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ RSS അജണ്ടകൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചൊക്കെ ഘോരം പ്രസംഗിച്ച മുസ്ലിം ലീഗ് നേതാക്കന്മാരൊക്കെ ഇന്ന് നിന്ന് വിയർക്കുകയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ. ശരിക്കും ഈ ഗവൺമെന്റ്, അതായത് VD സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ അത് നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന അദ്ദേഹം അതിനു മുമ്പ് ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വിവിധ ഘട്ടങ്ങളിൽ പറവൂരിൽ നിന്ന് നിയമസഭാംഗമായി ജയിച്ചിട്ടുണ്ട്, നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറഞ്ഞിട്ടില്ല, VD സതീശൻ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് തന്നെ RSSന് വിധേയപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം ഉയർന്നു വന്നതാണ്. മാത്രമല്ല, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത അതേ ചടങ്ങിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ തന്നെ BJP വിജയിച്ച സംസ്ഥാനങ്ങളിൽ പോലും അവർ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം, അതായത് ഇതര വിശ്വാസികളെ സംബന്ധിച്ചും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചു പോലും അവർ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ മുകളിൽ അവസാനത്തെ വന്ദേമാതരത്തിന്റെ വരികൾ ഏത് ഔദ്യോഗിക പരിപാടികളിൽ പൊതുചടങ്ങുകളിൽ പാടേണ്ടതില്ല അല്ലെങ്കിൽ ആലപിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു പോരുന്ന പാർട്ടിയാണ്. ആ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്ന് അവരുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾ വേദിയിലിരിക്കുമ്പോഴാണ് ഈ ഒരു വന്ദേമാതരത്തിന്റെ വരികൾ വളരെ വൃത്തിയായി പാടുന്നത്. പാണക്കാട് തങ്ങൾ പോലും അത് ചൊല്ലാൻ നിർബന്ധിതമാക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ PM ശ്രീ പദ്ധതിയിൽ ശരിയായ ഡീലിന്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നത് മുൻ സർക്കാർ ഒപ്പിട്ടത് കൊണ്ട് ഞങ്ങൾ നിർബന്ധിതരായി എന്ന് പറയുന്ന VD സതീശൻ ഒരു കാര്യം പറയേണ്ടത്, വ്യക്തമാക്കേണ്ടത്, ഇവിടെ വന്ദേമാതരം മുഴുവനായി മുൻ സർക്കാർ ചൊല്ലിയതുകൊണ്ട് അത് തുടർച്ചയായി ചൊല്ലിയതാണോ? മാത്രമല്ല, വിവിധ സർവകലാശാലകളിലെ VCമാരായി നിയമിച്ച ആളുകൾ RSS പരിപാടിയിൽ പോയി സംബന്ധിക്കുകയാണ്, മോഹൻ ഭഗവതിന്റെ പരിപാടിയിൽ പോയി സംബന്ധിക്കുകയാണ്. ഇത് മുൻ സർക്കാരിന്റെ മാതൃകയാണോ? മുൻ സർക്കാർ അങ്ങനെ ഒരു നിയമിച്ച VCമാര് ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? മാത്രമല്ല, ഇവിടെ എല്ലാ അർത്ഥത്തിലും RSSന് വിധേയപ്പെട്ടു പോകുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് വളരെ വ്യക്തമായി ഓരോ ദിവസവും അതിന്റെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേങ്ങര MLA-യും നമ്മുടെ സംസ്ഥാനത്തിന്റെ തദ്ദേശ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള KM ഷാജി ഭീകരമായ ശൈലിയിൽ പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹം വിയർത്തൊലിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെയും ഒക്കെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാവ് ഇറങ്ങിപ്പോയോ? PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്. ഈ സമയത്തിന് എന്താണ് ഇവർക്ക് ന്യായീകരിക്കാനുള്ളത്? ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന സമയത്ത് അവിടെ RSSന് വിധേയപ്പെട്ട് സംസ്ഥാനത്തെ കരിക്കുലം മാറ്റി അതിലേക്ക് RSSന്റെ അജണ്ടകൾ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് എങ്ങനെ കഴിയുന്നു? അതിന് കോൺഗ്രസ് പാർട്ടി എങ്ങനെ അതിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു? ഇതൊക്കെ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. കേവലം LDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി ഒരു മാസം ഏതാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിൽ ആ സർക്കാരിന്റെ മേന്മയെക്കുറിച്ചും ആ സർക്കാർ നാട്ടിൽ RSSനെയും സംഘപരിവാര ഭീഷണികളെയും ചെറുത്തതിനെപ്പറ്റിയും അതോടൊപ്പം തന്നെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ തീവ്രവാദികൾക്ക് ഒരു അവസരവും കൊടുക്കാതെ ഈ നാടിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചതും നമുക്ക് അനുഭവ ബോധ്യമുള്ള കാര്യമാണ്. അതാണ് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത്, അതാണ് ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. RSSന് വിധേയപ്പെട്ടുകൊണ്ട് ഭരിക്കാൻ വേണ്ടി VD സതീശൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ തൊട്ടു തലേ ദിവസം കാസർഗോഡ് പോയി NDA നേതാവിനെ കാണുന്ന സാഹചര്യം ഉണ്ടായത്. അത് മുൻ സർക്കാർ കാണാൻ പറഞ്ഞിട്ടാണ് NDA നേതാവിനെ അവിടെ പോയി സ്വകാര്യമായി കണ്ടത് എന്ന് VD സതീശന് അഭിപ്രായമുണ്ടോ? അപ്പോൾ ഈ ഗവൺമെന്റ് തീർച്ചയായിട്ടും BJPക്ക് വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് VD സതീശൻ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം വടശ്ശേരി ദാമോദര മേനോൻ എന്ന് ബോധപൂർവം പറഞ്ഞതാണ്. അതായത് നരേന്ദ്ര ദാമോദർദാസ് മോദിയും വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശനും എന്ന് ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ നമുക്ക് വിനായക ദാമോദർ സവർക്കറും അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കേരളത്തെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ RSSന്റെ കാൽക്കീഴിൽ അടിയറ വെക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മതേതര വിശ്വാസികളും കണ്ണു തുറന്ന് കാണുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട സമയമാണിത്.